ഈ പറയുന്ന അറ്റാക്കുകൾക്ക് ഓരോ പാർട്ടിക്ക് അല്ലെങ്കിൽ ഓരോ ആശയക്കാർക്കുള്ള അറ്റാക്കിന് പല രീതികളുണ്ട്. നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളതനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കുക. അതായത് ബേസിക്കലി ആ മനുഷ്യന് മാറ്റമൊന്നുമില്ല. ആ മനുഷ്യൻ എവിടെ നിൽക്കുന്നു അനുസരിച്ചാണ്. അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞാൽ ഞാൻ സന്ദീപ് വാര്യറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടു. പുള്ളി വളരെ ക്ലിയർ ആയിട്ട് ഇത് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഗുജറാത്ത് റയറ്റിൻ്റെ സ്റ്റാർട്ടിങ്ങിലുള്ള കാര്യങ്ങൾ ഇത്രയും എക്സ്ക്ലൂസീവായിട്ട് കാണിക്കാത്തത്? അതിനൊറ്റ റീസണുള്ളൂ. ഈ പടം പറയുന്നത് സയ്യിദ് മസൂദിൻ്റെയും അബ്രഹാം ഖുറേഷിൻ്റെയും കഥയാണ്. സയ്യിദ് മസൂദിൻ്റെ കണ്ണിൽ ഈ സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത് സയ്യിദ് മസൂദിൻ്റെ ഫാമിലിക്കെതിരെയുള്ള അറ്റാക്ക് നടക്കുക. അതായത് പോസ്റ്റ് ഗോദ്ര റയോട്ട്, പോസ്റ്റ് ഗോദ്ര ഇൻസിഡൻറ്റ്, ഈ ഗുജറാത്ത് കലാപത്തിൽ മുസ്ലിങ്ങളെ ഹിന്ദുക്കൾ എല്ലാവരും കൂടെ ചേർന്ന്, ഹിന്ദുക്കൾ എന്ന് പറയാൻ പാടില്ല, ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ഈ ഹിന്ദുക്കളിലെ ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന ആൾക്കാരെല്ലാം ചേർന്ന് നമുക്ക് പകരത്തിന് കൊല്ലണമെന്ന് തീരുമാനിക്കുന്ന സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ അവിടെ അത് കാണിച്ചാൽ മതി. സന്ദീപ് അതായത് സയ്യിദ് മസൂദിന്റെ കണ്ണിൽ ഈ സ്റ്റോറി അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം ഗോദ്രയിലെ ഈ പറയുന്ന ട്രെയിൻ ആര് കത്തിച്ചു എന്നുള്ളത് സയ്യിദ് മസൂദിന് ബാധകമല്ല. സയ്യിദ് മസൂദിന് പേഴ്സണൽ ലോസിലാണ് സയ്യിദ് മസൂദ് ഇത്രയും കാണിക്കുന്നത്. അപ്പൊ ഇത് പറയുന്നത് സന്ദീപ് വാര്യരാണ്. പക്ഷെ ഇത് 3 years ബാക്കിയാണെങ്കിൽ സന്ദീപ് വാര്യർ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കത്തില്ല, ഗോദ്ര ഇൻസിഡന്റും കാണിക്കണം എന്നായിരിക്കും. കാരണം അന്ന് സന്ദീപ് വാര്യർ BJP-യിലാണ്, ഇന്ന് സന്ദീപ് വാര്യർ കോൺഗ്രസിലാണ്. അപ്പൊ ഇത് പുള്ളിക്ക് ബുദ്ധിയില്ലായിരുന്നോ, അല്ലെങ്കിൽ പുള്ളിക്ക് ബുദ്ധി തെളിഞ്ഞോ, അല്ലെങ്കിൽ ഇപ്പൊ രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഒരു പുള്ളിക്ക് ബുദ്ധി കൂടിയതല്ല. പുള്ളി എന്നും അന്നത്തെ പോലെ ഇന്റലക്ച്വലാണ് ഇന്നും പുള്ളിയത്. പക്ഷെ ഇന്ന് എന്ത് പറയണം, അന്ന് എന്ത് പറയണമെന്ന് പുള്ളിയുടെ മേളിലൊരു ആശയ സംഹിതയുണ്ട്. എല്ലാ ആൾക്കാരും അങ്ങനെ തന്നെയാണ്. ഇപ്പൊ വ്യക്തമായിട്ട് നമുക്കറിയാം, പാർട്ടി പറയുന്നു ഇത് തീവ്രത കുറഞ്ഞ പീഡനമാണ് എന്ന് പറയുമ്പോൾ തന്തയില്ലായ്മയാ പറയുന്നത് നമുക്കറിയാം. പക്ഷെ പൊളിറ്റിക്കൽ പാർട്ടിയിൽ ഏതെങ്കിലും കമ്മിറ്റിയിലോ അല്ലെങ്കിൽ ഇരിക്കുന്ന ഒരു നേതാവിന് ഒരിക്കലും പറയാൻ പറ്റില്ല. അവർ പറയും പാർട്ടി നടപടി എടുത്തല്ലോ, തീവ്രത കുറഞ്ഞ പീഡനം, അത് അപ്പം നമുക്ക് പോലീസ് കേസിന് ആവശ്യമില്ല എന്ന് പറയാനേ പറ്റത്തുള്ളൂ. കാരണം അങ്ങനെയാണ് ഇവിടുത്തെ പൊളിറ്റിക്സ്.